നമ്മളിപ്പോൾ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ? പ്രണയം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, അതേസമയം സത്യസന്ധത ഇല്ലായ്മയുണ്ട്, ഉള്ളതുമുണ്ട്. ഷൈൻ്റെ അനുഭവം പറഞ്ഞു. വാലന്റൈൻസ് ഡേ ആണല്ലോ. ഷൈൻ എന്താണ് നമ്മളുടെ കുട്ടികളോട് പ്രണയത്തെക്കുറിച്ച് പറയാനില്ല? പ്രണയം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ഒന്നിലും അകപ്പെടാതെ അല്ലെങ്കിൽ ഒന്നിലും കടക്കാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ ഭൂമിയിലൊന്നും അവതരിക്കാതെ ഭൂമിയിലെ കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ. പ്രണയം എന്താണെന്ന് അറിയണം, പ്രണയിക്കണം. അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എല്ലാത്തിനും ഉണ്ടാവും. അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജും അത് തനിക്ക് പറ്റിയതാണോ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുമൂലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണോ ഒരാളുടെ ജീവിതം, അതോ സ്റ്റക്കായി അവിടെ തന്നെ നിൽക്കുന്നതാണോ തിരിച്ചറിയുക. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാം, മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാം. എല്ലാവർക്കും ശരിയാവില്ല. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ അടിനാശത്തിൻ്റെ സെറ്റിലാണ് നമ്മളുള്ളത്. ഇനി ഏതാണ് അടുത്ത സിനിമ? ഏതാണ് റിലീസാവാനുള്ള? മീഷ റിലീസാവാനുണ്ട്. പിന്നെ നമുക്കൊരു ഡൊമിനിക് എന്ന് പറഞ്ഞൊരു പടത്തിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ സൂത്രവാക്യം എന്ന് പറഞ്ഞൊരു സൂത്രവാക്യം, പിന്നെ 6-ാം തിരുകൽപ്പന എന്ന് പറഞ്ഞൊരു ചിത്രം. ഒത്തിരി പടങ്ങളുണ്ടല്ലേ? 2025 ശരിക്കും ഷൈനൊരു നല്ല തിരക്കുള്ളൊരു വർഷം കൂടിയാണ്. നമുക്ക് വർക്ക് ഉണ്ടായിരിക്കണം, വർക്ക് ഉണ്ടാവണം, എല്ലാ ദിവസവും വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. നമ്മൾ എവിടെയെങ്കിലും തളർന്നിരുന്നു കഴിഞ്ഞാൽ പറ്റില്ല ഈ പ്രായത്തിൽ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓടിയും ചാടിയും നടക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഭയങ്കര ഫ്ലെക്സിബിൾ ആവാൻ പറ്റില്ല. ഫ്ലെക്സിബിലിറ്റി ക്യാമറയുടെ മുന്നിൽ വരുന്നത് വരെയുള്ള റിഹേഴ്സലിംഗ് ടൈമാണ് നിങ്ങൾ എന്നെ കാണുന്നത്. ഇതൊന്നും നിങ്ങൾ എന്നെ കാണുന്നില്ലെങ്കിൽ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നർത്ഥം. ഞാൻ എൻ്റെ വീട്ടിൽ ഒതുങ്ങി കൂടി കട്ടുമ്പോൾ കിടന്നുറങ്ങുണ്ടാവും, ഭക്ഷണം കഴിക്കാൻ എന്നേക്കും കിടക്കും. എൻ്റെ ജോലിയുമായിട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടതുമായിട്ട് എന്നെ സഹായിക്കാൻ അല്ലെങ്കിൽ അതിനെ കൂടുതൽ സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ടവും ചാട്ടവും ഒക്കെ. പെട്ടെന്ന് കയറി വന്ന് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചമ്മലും ഒക്കെ ഇല്ലാതെയാക്കണം നമ്മൾ തന്നെ. അതിന് വേണ്ടിയിട്ടുള്ള റിഹേഴ്സൽ, അത് ക്യാമറയുടെ മുന്നിൽ എത്തുന്നത് വരെ എൻ്റെ റിഹേഴ്സൽ ടൈമാണ്. ഇനി നമ്മുടെ പ്രേക്ഷകരോട് ഒരുപാട് പേര് ഷൈനെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അവരോട് എന്താണ് ഷൈൻ എന്ന് പറയാനുള്ളത്? എന്താണ് അവരോട് പറയാനുള്ളത്? അവരവർക്ക് ഇഷ്ടമുള്ള സംഭവം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം ജീവിതത്തിൽ. അത് കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് ഭാരം നമ്മുടെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ജീവിതത്തിൽ എന്താണെങ്കിലും പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ സംഭവിക്കും, എന്താണെങ്കിലും. കാരണം ഭൂമിയും ഈ സൂര്യനും ഈ കാണുന്നതെല്ലാം ഈ രൂപത്തിലേക്ക് എത്തുന്നത് ഒരുപാട് തരണം ചെയ്തിട്ടും ഓവർകം ചെയ്തിട്ടുമാണ്. ഇന്നും ശരിക്കും ഇതല്ലതൊന്നും പരിണാമം എന്ന് പറയുന്ന സംഭവം പരിണമിച്ച് വരേണ്ടതായി പരിണാമം. നമ്മൾ പറയുന്ന ഈ ഏറ്റവും വലിയ നക്ഷത്രം എന്ന് പറയുന്ന സൂര്യൻ സ്വയം കത്തി നശിച്ചുകൊണ്ടാണ് ചെറിയ വലിയ എനർജി സ്രോതസ്സാവുന്നത്. അപ്പൊ എന്താണെങ്കിലും ജീവിതത്തിൽ അതിന്റെ പെയിൻ ഉണ്ടാവും. പക്ഷെ ആ പെയിനിൽ നിന്നല്ല രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ അതെല്ലാം മറക്കാൻ പറ്റുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം നമ്മൾ കണ്ടുപിടിച്ച് അത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ബാക്കി എല്ലാ പെയിനും മറക്കാം. തീർച്ചയായിട്ടും ഇത് 2025 ഏറ്റവും നല്ല മെസ്സേജാണ്. നമുക്കിഷ്ടമുള്ളത് കണ്ടെത്തി ചെയ്യുക. അതാണ് ഷൈൻ നമ്മളോട് പറഞ്ഞത്. ഒരുപാട് സ്നേഹം, സന്തോഷം. താങ്ക് യു സോ മച്ച്.